എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ആരാധകർ കാത്തിരുന്ന വേൾഡ് കപ്പിലെ ഇന്ത്യ-പാക് മത്സരം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി 8 മണി മുതൽ ന്യൂയോർക്കിൽ വെച്ചിട്ടാണ് ഈ തീപാറും പോരാട്ടം നടക്കുന്നത്. ഇന്നത്തെ മത്സരവും ജയിച്ച് 4 പോയിന്റ് നേടി അമേരിക്കയ്ക്കൊപ്പം സൂപ്പർ എയിലേക്ക് കടക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. പക്ഷേ ഇന്ത്യൻ ടീമിന് ഇന്നത്തെ വിജയം അത്ര ഈസി ആയിരിക്കില്ല. വലിയൊരു പ്ലാനിംഗ് തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തേണ്ടതുണ്ട്. കാരണം എതിരാളികൾ പാകിസ്ഥാനാണ്. ബാബർ, റിസ്വാൻ, അഫ്രിദി, മുഹമ്മദ്, അമീർ തുടങ്ങി വമ്പൻ താരങ്ങൾ പാകിസ്ഥാൻ നിരയിലുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള മത്സരം വിജയിക്കാൻ അവർ ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്നത്തെ പ്ലേയിങ് 11-ൽ അടിമുടി മാറ്റമാണ് അവസാന നിമിഷം കൊണ്ടുവന്നിരിക്കുന്നത്. 2 പുതിയ താരങ്ങളെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ കളത്തിൽ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഇന്ത്യ-പാക് മത്സരത്തിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ ടീമിനെ ഇന്ത്യ പേടിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ശക്തിയാണ്. കഴിഞ്ഞ T20 വേൾഡ് കപ്പിലും ഇന്ത്യയെ അവർ 1 വെള്ളം കുടിപ്പിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഇന്ത്യക്ക് മേൽ പാകിസ്ഥാന് ആധിപത്യം പുലർത്താൻ കഴിയില്ല എന്നാണ് ആരാധകർ പറയുന്നത്. ആദ്യം മത്സരത്തിൽ ഇന്ത്യ അയർലൻഡിനെ തോൽപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയോട് തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം അവർക്ക് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യക്കാവട്ടെ ഇന്നത്തെ മത്സരം ജയിക്കാൻ സാധിച്ചാൽ സൂപ്പർ എ ഉറപ്പിക്കാം. ഇപ്പോഴിതാ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യ പുതിയ 2 താരങ്ങളെ ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഇന്ത്യയുടെ തുറുപ്പുചീട്ടായ സഞ്ജു സാംസൺ ആണ്. പാകിസ്ഥാൻ ടീം ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു താരമാണ് സഞ്ജു. ആദ്യ മത്സരത്തിൽ പുറത്തിരുന്ന സഞ്ജു ഇന്നത്തെ പ്ലേയിങ് 11-ൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ട് ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെ വരുമ്പോൾ ബൗളിംഗിൽ നിന്നും ഒരാൾ പുറത്താകും. അതുപോലെ അക്സർ പട്ടേലിനെ മാറ്റി കുൽദീപ് യാദവിന് ഇന്ന് അവസരം ലഭിക്കും. മൊത്തത്തിൽ ഒരു അടിമുടി മാറ്റവും ആയിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇറങ്ങാൻ പോകുന്നത്. സഞ്ജു കൂടെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയാൽ ഇന്ത്യയെ പിന്നെ പിടിച്ചു കിട്ടാൻ സാധിക്കില്ല. കാരണം 3-ാം നമ്പറിൽ ഇറങ്ങിയാൽ സഞ്ജുവിന് വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ഇന്നത്തെ മത്സരം ന്യൂയോർക്കിൽ ആയതുകൊണ്ട് തന്നെ പിച്ച് ബൗളിംഗിന് അനുകൂലമായിരിക്കും. ഒരു ലോ സ്കോറിംഗ് മത്സരം തന്നെ ആയിരിക്കും ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വെടിക്കെട്ട് ബാറ്റർ ആയ സഞ്ജുവിനെ ഇന്ത്യക്ക് ആവശ്യമാണ്. അപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഇന്നത്തെ പ്ലേയിങ് 11 ഒന്ന് നോക്കാം. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, ശിവം ദുബെ, ഹാർദിക് പാണ്ഡ്യ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, ബുംറ, അർഷദീപ് സിംഗ്. ഇതാണ് ഇന്ത്യയുടെ ഇന്നത്തെ പ്ലേയിങ് 11. മികച്ച ഒരു 11 തന്നെ ആയിരിക്കും ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെതിരെ ഇറക്കാൻ പോകുന്നത്. പക്ഷേ പാകിസ്ഥാൻ ടീമും ശക്തരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നോക്കിക്കളിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ-പാക് മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമോ പാകിസ്ഥാൻ ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.